നിലപാടെന്നുള്ള വാക്കിനെ എങ്ങനെ നിർവചിക്കും? നിലപാടെന്ന് മാത്രമല്ല വിഷ്ണുവായി നമ്മൾ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരു 99% ആൾക്കാർക്കും രാഷ്ട്രീയ ബോധമോ പല വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവോ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ അവരുടെ അറിവില്ലായ്മ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് പലപ്പോഴും കാണുന്നത് ഞാൻ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇന്ന് പറയുന്നതായിരിക്കത്തില്ല വൈകിട്ട് പറയുന്നതായിരിക്കത്തില്ല നാളെ പറയുന്നത്. ഉം. അപ്പോൾ ഇവരാരും പറയുന്നതൊന്നും ഇതുവരെയും കേട്ടിട്ടില്ല. ഇവർക്ക് ആകെ അറിയാവുന്ന ഒരാൾ അഖിൽമാരാണ്. അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പുതിയ ഉം. തലമുറയ്ക്ക് ആകെ അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അഖിൽമാരാർ മാത്രമായതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ അഖിൽ വരാറ്? അല്ല അല്ലെങ്കിൽ ആർഷയെ അറിയുന്നവരില്ലേ? ജയിക്കിനെ അയ്യോ അറിയുന്നവരില്ലേ? അയ്യോ ഇവരുടെയൊക്കെ അത് അറിയാമെന്നതല്ല ഞാൻ ആ പറഞ്ഞത്. ഇവർ പറയുന്നത് ഇവരാരും നാളിതുവരെ കേട്ട് കാണത്തില്ല. ആ അങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. കേട്ടിരുന്നെങ്കിൽ ഈ അഭിപ്രായത്തിനകത്ത് വരുന്ന വൈരുദ്ധ്യങ്ങൾ, വ്യത്യാസങ്ങൾ ഇതൊക്കെ ആഘോഷമാക്കാനുള്ള ആയിരക്കണക്കിന് വീഡിയോകൾ സമ്മാനിച്ചിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ ആർഷോയും, ഈ സകല ഉം, ഡിവൈഎഫ്ഐ നേതാക്കന്മാരും, സകല യൂത്ത് കോൺഗ്രസ് ഉം, നേതാക്കന്മാരും ഉം, ഉം, എല്ലാവരും. ഉം, ഉം. പക്ഷേ ഇതിനകത്ത് ഞാൻ എൻ്റെ കാര്യത്തിൽ കോൺഫിഡൻറ്റോടുകൂടി ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഒരു വിഷയത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എവിടെങ്കിലും ഒരു 10 സെക്കൻഡിൽ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നതല്ലാതെ, ആ വിഷയത്തിൽ ഇപ്പം വിഷ്ണു എന്നോട് ചോദിക്കും, ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഇന്നലെ വരെയുള്ള അഭിപ്രായം അല്ലെങ്കിൽ നിലപാട് ഇതായിരുന്നില്ലേ? ഓക്കെ, അതാണോ അല്ലയോ മാറ്റിയിട്ടുണ്ടോ എന്ന് ഞാൻ ഇപ്പോൾ ചോദിക്കുമ്പോഴല്ലേ പറയാൻ പറ്റൂ. അല്ല ഞാൻ ഞാനേ രാഷ്ട്രീയം ഒരു സ്വീകരിച്ചു, ഇത് മാത്രമാണ് ഇവരങ്ങ് അഭിപ്രായ പറയുന്നത്. സ്ഥിരത ഒരു ദുർഭൂതമാണ്, ആ അതിലകപ്പെടരുതെന്ന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അഖിലിന്റെ അഭിപ്രായങ്ങൾ മാറ്റുന്നതിലൊന്നും എനിക്കൊരു അഭിപ്രായങ്ങൾ മാറ്റണം. മാറ്റണം മാറ്റണം, പിന്നെ അതാണ് അതൊരു വളർച്ചയാണ്, അതൊരു വികസനമാണ്, അത് ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷെ ഇപ്പൊ നോക്കൂ, ഇപ്പൊ കോൺഗ്രസ് ബി.ജെ.പി, ഇപ്പൊ നമുക്ക് ഒരു കോൺഗ്രസ് മെമ്പർഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും ഏഹ്, ഒരു സ്ഥിരബുദ്ധി വെച്ച് ആലോചിക്കുമ്പോൾ അറിയാം, അഖിൽ ഇത്രയും കാലം കോൺഗ്രസുമായി ചേർന്ന് നിന്ന് അവരുടെ ആശയങ്ങളുമായി അടുത്ത് നിന്ന് പോയിരുന്ന ഒരു വ്യക്തിയാണ്. അല്ല വിഷ്ണു, അതും തെറ്റാണത്. ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ഇപ്പൊ ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടിയുമായി 1.5 ഉണ്ടായ വർഷങ്ങൾക്ക് മുമ്പ് വിവാദങ്ങളിലൊക്കെ ഇല്ല. പോസിറ്റീവായി അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളെ കോൺഗ്രസ് ആയിട്ട് അനുഭാവിയായിട്ടല്ലേ കരുതാനാവുള്ളൂ. അതെ, ഞാൻ ബി.ജെ.പിയിൽ വന്നതിന് ശേഷം എന്നോട് ഏതോ ഒരു ഇന്റർവ്യൂവർ ചോദിച്ചു ഏറ്റവും ആരാധനയുള്ള നേതാവ് ആരാണെന്ന്. ഉമ്മൻചാണ്ടി എന്നാണ് പറഞ്ഞത്. ഉം, ഉം, ഉം. ഇത് മാറ്റുമ്പോഴല്ലേ നിങ്ങൾ എൻ്റെ അഭിപ്രായം മാറിയോ ഇല്ലെന്ന് ചോദിക്കേണ്ടത്. ഞാൻ ഈ ഈ ഇലക്ഷന് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ സമയത്ത് ആരോ ഒരു ഓൺലൈൻ മീഡിയ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ്, ഞാൻ ഉമ്മൻചാണ്ടി എന്ന് തന്നെയാണ് അവിടെയും പറഞ്ഞത്. പിന്നെ ഇനി ഏതാ ഞാൻ പറയും, ഒരു വിഷയം ചോദിക്കൂ, അപ്പോഴല്ലേ നമുക്ക് അത് അപ്പൊ തിരുത്തിയോ ഇല്ലയോ. കോൺഗ്രസിനോട് ഒരു കാലത്തും ഒരു അല്ല, അതായത് ആശയത്തിനോട് ഒരിക്കലും ഒരു ആരാധന തോന്നിയിട്ടേ ഇല്ല. ആശയം ഞാൻ അന്നും ഇന്നും പറയുന്നത് കോൺഗ്രസിന്റെ ആശയം ഇല്ല. ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ ഒരു ആശയമില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. പിന്നെ ആകെ കൂടി നമുക്കുള്ളത് മനുഷ്യനെ മതേതര ബോധത്തോടുകൂടി കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വ്യക്തികളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ. ഉം, ഞാൻ രമേശ് ചെന്നിത്തലയെ പറ്റിയിട്ട് ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല. ഉം, വി ഡി സതീശനെ പറ്റിയിട്ട് ഞാൻ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. 1.5 വർഷം മുമ്പ് പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു. ഉം. 1.5 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ അനുഭാവി എന്തിനാ പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറയേണ്ട കാര്യം? എന്തിനാണ് സവർക്കർക്ക് ആശംസകൾ നേരേണ്ട കാര്യം? ഉം, അതാ ഞാൻ ചോദിച്ചു, സവർക്കർക്ക് ആശംസ നേരുന്നത് കോൺഗ്രസ്സുകാരനാണോ? ഉം, അതല്ല എന്നുണ്ടെങ്കിൽ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഒരു ഭാഗം മാത്രം കാണിച്ചു എന്ന് പറയുന്ന ഞാൻ തൊട്ട ഒരൊറ്റ ആഴ്ച മുന്നേ പങ്കെടുത്തത് നിയമസഭയിൽ നടന്ന ഇഫ്താർ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ട് അവിടെ അതിഥിയായി പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഈ അതിഥിയായി പങ്കെടുത്ത സമയത്ത് എന്നെ ആഘോഷിക്കുന്ന കോൺഗ്രസ്സുകാർ ഞാൻ എമ്പുരാൻ വിഷയത്തിൽ നിലപാട് പറഞ്ഞ സമയത്ത് എന്നെ സംഘി എന്നാണ് വിളിച്ചത്. ഞാൻ സവർക്കറെക്ക് ആശംസ നേർന്ന സമയത്ത് എന്നെ സംഘി എന്നാണ് വിളിച്ചത്. ഞാൻ സുരേഷ് ഗോപി ജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറഞ്ഞ സമയത്തും എന്നെ സംഘി എന്നാണ് അതാ ഞാൻ പറഞ്ഞത്. ഒരു വിഷയത്തിൻ്റെ ശരികൾ ഞാൻ പറഞ്ഞപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്കും ചെറുപ്പക്കാർക്കും ഞാൻ പറഞ്ഞ വിഷയങ്ങൾ അവർക്കിഷ്ടമായതുകൊണ്ട്, ഉം. അവർക്ക് ആവശ്യമായതുകൊണ്ട്, സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമായതുകൊണ്ട് അവരത് ആഘോഷിച്ചു. അല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഇപ്പുറത്തത് അവർ ശ്രദ്ധിക്കാനേ പോയില്ല. അഭിപ്രായങ്ങൾ മാറുന്നത് ഞാൻ യോജിക്കുന്നു, ആ, അതൊരു തെറ്റല്ല. അഭിപ്രായങ്ങളും പലതും മാറിയിട്ടില്ല മാറട്ടെ എന്നുള്ളതാണ് മറ്റൊരു മാറട്ടെ, സത്യം. അതങ്ങനെ വരട്ടെ. ഇപ്പൊ എല്ലാ കാലത്തും കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഇപ്പം ആ ഓ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. അത് മൊത്തം അങ്ങനെ അത് നമ്മൾ അത് പറയാൻ തുടങ്ങിയാൽ നമുക്ക് അങ്ങനെ ഒരു ആവട്ടെ, ഫുൾ ഇന്റർവ്യൂ അതങ്ങനെ ആവട്ടെ, വേണ്ടി അത് വരും. അഭിപ്രായങ്ങൾ പിന്നെ മാറട്ടെ. ഒറ്റ വരിയിൽ ഞാൻ പറയാം എന്താണ് എൻ്റെ നിലപാടെന്ന് ചോദിച്ചാൽ, ഒറ്റ നിലപാടേ അന്നും ഇന്നും ഉള്ളൂ. സത്യത്തിനൊപ്പം ചേർന്ന് നിന്ന് സംസാരിക്കുക, അത് ആ ഉം. വിഷയത്തിന്റെ സത്യമായിരിക്കും. അല്ല ഞാൻ ഇപ്പൊ ഒരു പാർട്ടിക്ക് ഒരു ബേസ് ഉണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ രണ്ട് പാർട്ടിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നതിൽ പറയുമ്പോഴും ശരിയാണ്, രണ്ടും റൈറ്റ് വിങ് ആണ്. പക്ഷെ അവിടെയും കോൺഗ്രസ് കുറച്ചുകൂടി സെൻട്രൽ ലെഫ്റ്റ് ആണ്. അഖിൽ ഇപ്പൊ കോൺഗ്രസിന്റെ സെൻട്രൽ ലെഫ്റ്റ് വി ഡി സതീശനൊക്കെ ആ ഒരു കാറ്റഗറിയാണ്, അതായത് സെൻട്രൽ ഇപ്പോ ലെഫ്റ്റ് ആണ്. കോൺഗ്രസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ പല പോളിസീസ് ഒക്കെ എടുത്ത് എനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ തീരെ ഇഷ്ടമല്ല അവരെ അക്കാര്യത്തിൽ. ഞാൻ ഭയങ്കരമായിട്ട് അല്ല ഞാൻ പറയണെങ്കിൽ എതിർക്കുമായിരുന്നു അവര്. ഇപ്പൊ ബി.ജെ.പി എടുത്ത് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിയുടെ ഒരു പോളിസി തന്നെ, അവരുടെ ഒബ്ജക്റ്റീവ് തന്നെ മിനിമം ഗവർണൻസ് മാക്സിമം ബിസിനസ് എന്നാണ്. ഞാൻ ഏത് പാർട്ടിയിലാ? അല്ല ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ എൻ.ഡി.എയുടെ ആണെങ്കിലും എൻ ഡി എ അത് മുന്നണിയാണ്. അല്ല ഞാൻ പറഞ്ഞത്, അത് ശരി. അപ്പൊ നോക്കൂ, അപ്പൊ മിനിമം ഗവർണൻസ് മാക്സിമം ബിസിനസ് എന്നാണ് ബി.ജെ.പിയുടെ നയം.
ഇപ്പൊ NDAക്ക് BJP ഒഴിവാക്കിക്കൊണ്ടൊരു നയപ്രഖ്യാപനം സാധ്യമാവില്ലല്ലോ. BJP അവിടെ നിൽക്കട്ടെ, നയിക്കുന്ന NDA. അത് അവിടെ നിൽക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പം മതേതരത്വം എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിന്ദുത്വയിൽ ഊന്നിക്കൊണ്ടുള്ള മതേതരത്വമാണ് പലപ്പോഴും BJP പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഹിന്ദുത്വ ദേശീയ ബോധമാണ് ഹിന്ദുത്വ കൾച്ചറൽ ദേശീയ ബോധമാണ് അതാണ് അവരുടെ ബേസ്. ഇപ്പൊ കോൺഗ്രസിനുള്ള ഒരു ഫെഡറൽ സ്വഭാവം ഉണ്ടല്ലോ, അതായത് നിയമവൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു സ്വഭാവം. അതായത് ഇപ്പൊ കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തത് ആ നിയമവൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ചെയ്തതാ. മറ്റിടത്ത് നോക്കിയപ്പോൾ അത് ദേശീയയുടെ ഭാഗമായിക്കൊണ്ടാണല്ലോ അത് എടുത്തു കളഞ്ഞത്. ഞാൻ ഇതിന് വളരെ ഫാക്ച്വൽ ആയിട്ടാണ് പറയുന്നത്. ഗുണം ഉണ്ടായി. BJPയുടെ അലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ 2020 അങ്ങനെ വേറൊരു ഘട്ടകവിരുദ്ധമായ നിലപാടൊന്നും എടുക്കാനൊന്നും നിലവിൽ സാധ്യതയില്ല. അത് ഞാൻ പറഞ്ഞു, അതൊക്കെയാണ് നമ്മുടെ ഈ പുതിയ തലമുറ. ആദ്യം ഇവർക്ക് എന്താണ് മുന്നണി രാഷ്ട്രീയം, എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടി, ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇപ്പം 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കുടെ തീരുമാനം എടുക്കുന്നത് സാബു ജേക്കബാണ്. അദ്ദേഹം പറയുന്ന ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും പ്രചരിപ്പിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. BJPക്ക് ഇഷ്ടം പോലെ നേതാക്കന്മാർ രാജ്യത്തുണ്ട്. BJPയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഇപ്പം BJP നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉത്തരേന്ത്യയിലോ കേരളത്തിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭംഗിയായി കൈകാര്യം ചെയ്യാനുള്ള ശേഷി BJPക്കുണ്ട്. അല്ല BJPയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഒരു CPM-കാരൻ അടിച്ചാൽ 2020 ആള് പോയല്ല തിരിച്ചടിക്കുന്നത്. അതേസമയം നമുക്കൊരു അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യം ഭരിക്കാൻ, രാജ്യത്തിൻ്റെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ ആവശ്യങ്ങൾക്കോ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ചേർന്നാൽ നമുക്ക് ഒരുമിച്ച് ഈ രാജ്യത്തെ നയിക്കാൻ മുന്നോട്ട് പോകാമെന്നുള്ള ചിന്ത വന്നപ്പോഴാണ് സാബു ജേക്കബ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കിഴക്കമ്പലത്ത് വലിയ ഭൂരിപക്ഷത്തിൽ 2020 ജയിക്കുമ്പോൾ 2020യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല, CPM-ന് കഴിയുന്നില്ല. അപ്പോൾ ഇവർ ചെയ്ത പരിപാടി എന്താ? CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് സ്വതന്ത്ര ചിഹ്നത്തിൽ SDPയെ ഉൾപ്പെടെ കൂടെ കൂട്ടി 2020യെ പരാജയപ്പെടുത്താൻ മത്സരിക്കുന്നു. അങ്ങനെ ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ എത്ര കാലം ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും? അൾട്ടിമേറ്റ്ലി നിലനിൽപ്പാണ് പ്രശ്നം. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നാണ് കൃഷ്ണൻ ഗീതയെ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, 2020യുടെ ലക്ഷ്യം നാടിൻ്റെ വികസനമായിരുന്നു, ജനക്ഷേമമായിരുന്നു. അപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം വരാനുള്ള സാഹചര്യം ഭാവിയിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം ഈ ബാക്കിയുള്ള എല്ലാവരോടും ചേർന്ന് ഒന്നിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് ഒരു രീതിയിലും ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹവുമായി ചേരാൻ നമ്മൾ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം? ലക്ഷ്യമല്ല മാർഗമാണ് പ്രധാനം എന്ന് പറയുന്നത്. അതെ. ഇനിയിപ്പോൾ സാബു ജോൺ പറയാണ് NDA വേണ്ട, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് വേണ്ട, നമുക്ക് ഇനി ഐക്യരാഷ്ട്ര മുന്നണിയിലേക്ക് പോവാം. ഐക്യജനാധിപത്യ മുന്നണി. അപ്പോഴും അഖിലും അതേ നിലപാട് ഉൾക്കൊള്ളേണ്ടി വരില്ലേ? അല്ല, അത് പ്രായോഗികമാവോ? അല്ല, അത് അങ്ങനെ തന്നെയാണല്ലോ. അതാണല്ലോ പ്രാക്ടിക്കലി. ഇപ്പോൾ KM മാണി സാറിനെ നിയമസഭയിലിട്ട് ആക്ഷേപിച്ച് ചീത്ത വിളിച്ച് അങ്ങനെ വഴിയിലിട്ട് തടഞ്ഞ് മുണ്ടും പൊക്കി ശിവൻകുട്ടി മേളിൽ നിന്നതും ബോധം കെട്ട് കിടന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഉളുപ്പില്ലാത്തവന്മാർ ഈ മാണി സാറിനെ വഴിയിലിട്ട് തടഞ്ഞ് നമ്മൾ ആഷികപ്പ് ഉൾപ്പെടെ 500 രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് ഇതേ മാണി സാറിന് ജയിം വിളിച്ച് നടന്നു, ഇതേ ജോസ് കെ മാണിക്ക് വേണ്ടി വോട്ടും പിടിച്ച് നടന്നു, ഇതേ ജോസ് കെ മാണി ഇത്രയും തൻ്റെ അച്ഛനെ ഇത്രയും ആക്ഷേപിച്ച ആൾക്കുടെ അതേ പാർട്ടിയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അത് മുന്നണി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ അങ്ങനെ ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞത് 2020 എന്ന് പറയുന്ന ഒരു ആശയം കഴിഞ്ഞ 14 വർഷമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. അപ്പം അവരുടെ ആശയത്തെ BJP ആണ് സ്വീകരിക്കുന്നത്. ഇന്നും കഴിഞ്ഞ ദിവസവും സാബു സാറിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ നാളിതുവരെയും ഒരാളെടുത്തോട്ടും ഒരു കാര്യത്തും പറഞ്ഞു പോയിട്ടില്ല. കോൺഗ്രസ് ഞങ്ങളെ കൂടെ കൂട്ടാൻ വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്, പോയിട്ടില്ല. LDF നമ്മളോട് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യം വന്നില്ല, മുൻപ് വന്നിട്ടുണ്ട്, നമ്മൾ പോയിട്ടില്ല. ഇപ്രാവശ്യം BJP വന്ന സമയത്ത് ഈ രണ്ട് മുന്നണികളും കൂടെ ഒരുമിച്ച്, രണ്ട് പാർട്ടികളോടും കൂടെ ഒരുമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ BJPക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പില്ലാതാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി, അല്ലാതെ കിറ്റക് സാബു 10,000 കോടി ആസ്തിയുള്ള ഒരു മനുഷ്യന് എന്തിനാണ് ഒരു കിഴക്കമ്പലത്ത് ഒരു പഞ്ചായത്ത് ഭരിക്കാൻ പ്രാന്തോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇൻറ്റൻഷൻ മറ്റൊന്നാണ്. നാട്ടിൽ അങ്ങേർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങേരുടെ ബുദ്ധിയും അങ്ങേരുടെ കഴിവ് ഉപയോഗിച്ച് അത് ഒരു നാട്ടിലേക്ക് എങ്ങനെ മനോഹരമാക്കി കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാൻ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജിക്ക് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇഷ്ടപ്പെടുകയും മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സാബു ജേക്കബിനെ ഏൽപ്പിക്കണമെന്ന് പറയുകയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.